UP ഇടപാടുകളുടെ പരിധി ഉയർത്തി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ എളുപ്പത്തിലാക്കുന്നതിനായിട്ടാണ് ഈ മാറ്റം. ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ എളുപ്പത്തിലാക്കുന്നതിനായി UP ഇടപാടുകളുടെ പരിധി ഉയർത്തിയിരിക്കുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഈ മാറ്റം വരുന്നതോടെ ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ എളുപ്പത്തിലാക്കും. വരുന്ന 15-ാം തീയതി മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. പുതിയ പരിധി അനുസരിച്ച് തിരഞ്ഞെടുത്ത വ്യാപാരികൾക്ക് ഒരു ദിവസം 10 ലക്ഷം രൂപ വരെ UPI വഴി കൈകാര്യം ചെയ്യാനാകും. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകളുടെ പരിധി 1 ലക്ഷമായി തുടരും. ബാങ്കുകൾക്ക് അവരുടെ റിസ്ക് മാനേജ്മെന്റ് നയങ്ങൾ അനുസരിച്ച് കുറഞ്ഞ പരിധി നിശ്ചയിക്കാം. UPI പരിധിയിലെ പ്രധാന മാറ്റങ്ങൾ: മൂലധന വിപണിയിലെ നിക്ഷേപങ്ങൾക്കും ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നതിനും ഓരോ ഇടപാടിനുമുള്ള പരിധി 2 ലക്ഷമായിരുന്നത് 5 ലക്ഷമാക്കി ഉയർത്തി. ഒരു ദിവസം പരമാവധി 10 ലക്ഷം രൂപ വരെ ഇടപാട് നടത്താം. സർക്കാർ മാർക്കറ്റ് പ്ലേസ് ഇടപാടുകൾ, നികുതി അടയ്ക്കൽ തുടങ്ങിയവയുടെ പരിധി ഓരോ ഇടപാടിനും 1 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യാത്രാ ടിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ഇടപാടുകളുടെ പരിധി 1 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. ഒരു ദിവസം 10 ലക്ഷം രൂപ വരെ ഇടപാട് നടത്താം. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ഓരോ ഇടപാടിനും 5 ലക്ഷം രൂപ വരെ അടയ്ക്കാവുന്നതാണ്. പ്രതിദിന പരിധി 6 ലക്ഷമാണ്. വായ്പാ തിരിച്ചടവ്, EMI എന്നിവയ്ക്ക് ഓരോ ഇടപാടിനും 5 ലക്ഷം വരെയും പ്രതിദിന പരിധി 10 ലക്ഷം വരെയുമായിരിക്കും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഇടപാട് പരിധി 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമായും പ്രതിദിന പരിധി 6 ലക്ഷമായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.